സ്വന്തം പ്രതാപവും ജലാലിയത്തും തൊട്ട് സത്യം ചെയ്യുകയാണ്. അതുപോലെ നീ എന്റെ അടുക്കൽ നിന്ദിതനായിരിക്കും. തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരാൾ ആദമിന്റെ മകൻ നിനക്ക് വീതിച്ചു തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടെങ്കിൽ നിന്റെ ഹൃദയവും ശരീരവും റാഹത്തായി. നീ എന്റെ അടുക്കൽ സ്തുതിക്കപ്പെട്ടവനായി. നിനക്കുള്ള വിഹിതത്തിൽ നീ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ ദുനിയാവിന് നിന്റെ മേൽ ഞാൻ ആധിപത്യം സ്ഥാപിച്ചു കൊടുക്കും. കാട്ടിൽ മൃഗങ്ങൾ ചാടി നടക്കും പോലെ നീ അതിൽ ചാടി നടക്കും. എന്റെ ഇസ്സത്തും ജലാലിയത്തും തന്നെ സത്യം, നിനക്കതിൽ നിന്ന് കണക്കാക്കിയതല്ലാതെ ഒന്നും കിട്ടുകയില്ല. നീ എന്റെ അടുക്കൽ നിന്ദിതരായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഇത്തരക്കാരെ നിന്ദിതരുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു കൂട്ടുകാരനെ ഉദ്ദേശിച്ചാൽ അവന് അള്ളാഹു മതി. ആരെങ്കിലും ഒരു കൂട്ടുകാരനെ തേടുന്നുണ്ടെങ്കിൽ അവന് കൂട്ടുകാരനായി അള്ളാഹു മതി. ഒരാൾ ഒരു നേരമ്പോക്കിനെ ഉദ്ദേശിച്ചാൽ അവന് നേരമ്പോക്കായി ഖുർആൻ മതി. ആർക്കെങ്കിലും നേരമ്പോക്ക് സമയം പോകുന്നില്ലേ എങ്കിൽ ഖുർആൻ കയ്യിലെടുക്കൂ, നിങ്ങളുടെ സമയം അത് ഓതിക്കൊണ്ട് ചെലവഴിക്കൂ. ഒരാൾ ഒരു ഉപദേശിയെ ഉദ്ദേശിച്ചാൽ മരണം മതി. ആർക്കെങ്കിലും ഒരു ഉപദേശിയെ ആവശ്യമുണ്ടോ, എന്നെ നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കാൻ അല്ലെങ്കിൽ എന്നെ ജീവിതം സംസ്കരിക്കാൻ വേണ്ടി നല്ല ഉപദേശം നൽകാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരണത്തെ ഓർക്കൂ. ആ മരണം നിങ്ങളെ ഉപദേശിക്കും എന്ത് ചെയ്യണമെന്ന്. ഒരാൾ സമ്പത്തിനെ ഉദ്ദേശിച്ചാൽ ഉള്ളതുകൊണ്ട് മതിയാക്കൽ മതി. ഈ 4 കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഉപദേശം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ അവന് നരകം മതി. എന്താണ് ഇവിടെ പറഞ്ഞത്? ഞാൻ ഒരാവർത്തി കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു കൂട്ടുകാരനെ ഉദ്ദേശിച്ചാൽ അവന് അള്ളാഹു മതി. ഒരാൾ ഒരു നേരമ്പോക്കിനെ ഉദ്ദേശിച്ചാൽ ഖുർആൻ മതി. ഒരാൾ ഒരു ഉപദേശിയെ ഉദ്ദേശിച്ചാൽ മരണം മതി. ഒരാൾ സമ്പത്തിനെ ഉദ്ദേശിച്ചാൽ ഉള്ളതുകൊണ്ട് മതിയാക്കൽ മതി. ഈ 4 കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഉപദേശം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ അവന് നരകം മതി. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തൊട്ട് മറ്റൊരു ഹിക്കായത്ത് വന്നിരിക്കുന്നു. അവർ പറഞ്ഞു, ഞാൻ തൗറാത്തും ഇൻജീലും സബൂറും ഫുർഖാനുൽ അലീമും ഓതി. ഞാൻ അതിൽ നിന്ന് 12 വാചകങ്ങൾ തിരഞ്ഞെടുത്തു. അതൊരു കടലാസിൽ എഴുതി എന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി. എല്ലാ ദിവസവും 3 വട്ടം ഞാൻ അതിലേക്ക് നോക്കും. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തൗറാത്തും ഇൻജീലും സബൂറും ഫുർഖാനുൽ അലീമും ഓതി. അള്ളാഹുവിന്റെ മഹത്തായ 4 ഗ്രന്ഥങ്ങളാണ് ഇത്. ആ ഗ്രന്ഥങ്ങളിൽ ഖുർആൻ അല്ലാത്തതൊക്കെ കാലഹരണപ്പെട്ടു പോയെങ്കിൽ കൂടി അദ്ദേഹം അതൊക്കെ പാരായണം ചെയ്ത് നോക്കുകയാണ്. അതിൽ നിന്നും 12 വാചകങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. അതൊരു കടലാസിൽ എഴുതിയിട്ട് മഹാനവർകൾ കഴുത്തിൽ കെട്ടിത്തൂക്കുകയും എല്ലാ ദിവസവും 3 വട്ടം അതിലേക്ക് നോക്കി വായിക്കുകയുമാണ്. എന്തൊക്കെയാണ് ആ 12 കാര്യങ്ങൾ? ഇൻജീലിൽ നിന്നും തൗറാത്തിൽ നിന്നും സബൂറിൽ നിന്നും ഖുർആനിൽ നിന്നും മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്ത 12 വാചകങ്ങൾ എന്തൊക്കെയാണ്? 1, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹേ ആദം സന്തതിയെ, ഭക്ഷണം പാഴായി പോകുന്നതിനെ നീ പേടിക്കരുത്. എന്റെ ഖജാന നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം എന്റെ ഖജാന ഒരിക്കലും പാപ്പറാവുകയില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഖജാന അത് ഒരിക്കലും വാപ്പറാവുകയില്ല, കാലിയാവുകയില്ല. അതുകൊണ്ട് ഭക്ഷണത്തെ തൊട്ട് നീ ബേജാറാവേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ ഉണർത്തുന്നതാണ് 1-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദമിന്റെ മകനെ, ഞാൻ നിന്റെ ഹക്ക് കൊണ്ട് നിന്നെ പ്രിയം വെക്കുന്നു. എന്റെ ഹക്ക് കൊണ്ട് എന്നെ നീ പ്രിയപ്പെട്ടവനാക്കണം. 2-ാമത്തെ വാക്യം എന്താണ്? കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത്, ആദം സന്തതിയെ, ഞാൻ നിന്റെ ഹക്ക് കൊണ്ട് നിന്നെ പ്രിയം വെക്കുന്നു. എന്റെ ഹക്ക് കൊണ്ട് എന്നെ നീ പ്രിയപ്പെട്ടവനാക്കണം. 3-ാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് അദ്ദേഹം തിരഞ്ഞെടുത്തത്, ആദം സന്തതിയെ, എന്റെ ശിക്ഷയെ തൊട്ട് നീ വിശ്വാസിയാകരുത്. സിറാത്ത് വിട്ട് കടക്കുന്നതുവരെ, നിന്റെ പാദങ്ങൾ സ്വർഗത്തിനകത്ത് കാണുന്നതുവരെയും അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നീ നിർഭയനാവരുത്. അതായത് അള്ളാഹു എന്നെ ശിക്ഷിക്കുകയില്ല എന്നുള്ള ഒരു വിശ്വാസം. അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഞാൻ സംരക്ഷിക്കപ്പെട്ടവനായി എന്ന് നീ ഒരിക്കലും വിശ്വസിക്കരുത്. ഏതുവരെ? സിറാത്ത് വിട്ടുകടക്കുന്നത് വരെ. സിറാത്ത് എന്ന പാലത്തിൽ നിന്നാട്ട് കഴിച്ചിലാകുന്നത് വരെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ നിന്റെ പാദങ്ങൾ സ്വർഗത്തിനകത്ത് കാണുന്നതുവരെയും. അതായത് സ്വർഗത്തിലെത്തി എന്ന് ഉറപ്പിച്ചാലല്ലാതെ ഒരാൾക്കും അള്ളാഹിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 4-ാമത്തെ വാക്യം കേൾക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദമിന്റെ മകനെ,
എല്ലാ വസ്തുക്കളും ഞാൻ നിനക്ക് വേണ്ടി പടച്ചു, നിന്നെ ഞാൻ എനിക്ക് വേണ്ടിയും പടച്ചു. നമുക്കറിയാം ഭൂലോകത്തുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന് വേണ്ടി. ആദമിന്റെ മകനെ എല്ലാ വസ്തുക്കളും ഞാൻ നിനക്ക് വേണ്ടി പടച്ചു, നിന്നെ ഞാൻ എനിക്ക് വേണ്ടിയും പടച്ചു. അപ്പോൾ അല്ലാഹു കൽപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കുക എന്നുള്ളത് ആണ് നമ്മുടെ കർത്തവ്യം. കാരണം അല്ലാഹുവിന് വേണ്ടിയാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലാതെ നമുക്ക് സുഖിക്കാൻ വേണ്ടിയല്ല. 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അല്ലാഹു തആല പറഞ്ഞു, ആദമിന്റെ മകനെ, എന്നെ കൂടാതെ നീ ഒരാളെയും ഭയപ്പെടരുത് എന്റെ രാജാധികാരം അവശേഷിക്കുന്നതുവരെ. അള്ളാഹുവിന്റെ രാജാധികാരം അവശേഷിക്കുന്നതുവരെ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല എന്ന് മനുഷ്യരെ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ രാജാധികാരമാവട്ടെ ഒരിക്കലും നശിക്കുകയില്ല, എന്നെന്നും അവശേഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല തന്നെ. 6-ാമത്തെ വാക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദമിന്റെ മകനെ, നിന്റെ ശരീരത്തിനു വേണ്ടി എന്റെ മേൽ കോപിക്കരുത്, എനിക്ക് വേണ്ടി നിന്റെ ശരീരത്തോട് കോപിക്കുക. എങ്ങനെ? ആദമിന്റെ മക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആദം സന്തതിയെ, നിന്റെ ശരീരത്തിനു വേണ്ടി എന്റെ മേൽ കോപിക്കരുത്, എന്നാൽ എനിക്ക് വേണ്ടി നിന്റെ ശരീരത്തോട് കോപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല പരീക്ഷണങ്ങൾ നൽകുമ്പോൾ രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പരീക്ഷണങ്ങൾ നൽകിയേക്കാം. അപ്പോൾ ഒന്നും നാം അള്ളാഹുവിനെ, എനിക്കെന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ നൽകി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ അള്ളാഹു ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വന്ന പ്രയാസത്തിന്റെ മേൽ നാം അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും പാടില്ല. എന്നാൽ അള്ളാഹു ചെയ്ത കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും നമ്മുടെ ശരീരം ദേഹേച്ഛ നമ്മെ തടയുമ്പോൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ശരീരത്തോട് നാം കോപിക്കണം. സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങാൻ നല്ല സുഖമാണ്, നല്ല സുഖകരമായ ഉറക്കം ലഭിക്കുന്ന സമയമാണ് ആ സമയം. പക്ഷെ അപ്പോൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ശരീരത്തോട് കോപിക്കണം. നിനക്ക് ഉറങ്ങാനുള്ള സമയമല്ല ഇത് ശരീരമേ, എന്റെ നാഥന് വേണ്ടി എണീറ്റ് നിസ്കരിക്കാനുള്ള സമയമാണ് എന്ന് നമ്മൾ ശരീരത്തോട് കോപിക്കണം. അള്ളാഹുവിന് വേണ്ടി ശരീരത്തോട് കോപിക്കണം, എന്നാൽ ശരീരത്തിന് വേണ്ടി അള്ളാഹുവിനോട് ഒരിക്കലും കോപിക്കരുത്. 7-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അല്ലാഹു തആല പറഞ്ഞു, ആദമിന്റെ മകനെ, ഭൂമിയുടെ അടി മുതൽ ആകാശത്തിനപ്പുറം വരെ എല്ലാവരും എന്നെ തേടുന്നു, എന്നാൽ ഞാനാവട്ടെ നിന്നെ തേടുന്നു, നീ എന്നിൽ നിന്ന് ഓടുന്നു. ഗഹനമായ ഒരു വാക്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ആദം സന്തതികളോട്, ഭൂമിയുടെ അടിമുതൽ ആകാശത്തിനപ്പുറം വരെ എല്ലാവരും എന്നെ തേടുന്നു. ഈ പ്രപഞ്ച സൃഷ്ടാവിനെ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹു ആകട്ടെ നമ്മെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മോട് വളരെ കാരുണ്യത്തോടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തന്നുകൊണ്ട് നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഓടുകയുമാണ്. അള്ളാഹുവിനെ നമ്മൾ അന്വേഷിക്കേണ്ടിടത്തല്ല അന്വേഷിക്കുന്നത്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിലൂടെ നമ്മുടെ നഫ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ നമ്മൾ അറിഞ്ഞാൽ അള്ളാഹുവിനെ നമുക്കറിയാൻ കഴിയും. പക്ഷേ മറ്റുള്ള ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനെ തേടിയാൽ അള്ളാഹുവിനെ കണ്ടെത്തുകയില്ല. അത് അള്ളാഹുവിൽ നിന്നും നമ്മൾ ഓടിപ്പോകുന്നതിന് തുല്യമാണ്. 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദമിന്റെ മകനെ, എന്നെ കൊണ്ടല്ലാതെ നീ നേരം പോക്കാക്കരുത്. നീ എന്നെ എപ്പോൾ തേടിയാലും എത്തിക്കപ്പെടുന്നതാണ്. നമ്മുടെ ഒഴിവു സമയങ്ങൾ നമ്മൾ മറ്റുള്ള കളിയും വിനോദങ്ങളിലും ചെലവഴിക്കാതെ അള്ളാഹുവിന്റെ സ്മരണകളിലായിക്കൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ സ്മരണകളിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നതൊക്കെ വളരെയധികം രസകരവും ആസ്വാദ്യവുമായി തോന്നും. ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാമുകന്മാരുടെ കാലമാണല്ലോ, നമ്മളെ ഒരു അത്യധികം ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഒരു പ്രണയിനി, ആ പ്രണയിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം മനസ്സിൽ സന്തോഷവും ആസ്വാദവും ഉണ്ടാകും. അതുപോലെയാണ് അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവന്റെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവൻ തനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തന്നെ മതി നേരം പോക്കിനും വളരെ ആസ്വാദ്യകരമായ രീതിയിൽ സമയം ചെലവഴിക്കാനും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആദമിന്റെ മകനെ, എന്നെ കൊണ്ടല്ലാതെ നീ ഒരു നേരം പോക്ക് ഉണ്ടാക്കരുത്. നീ എന്നെ എപ്പോൾ തേടിയാലും എത്തിക്കപ്പെടുന്നതാണ്. 9-ാമത്തെ വാക്ക് ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദമിന്റെ മകനെ, നീ എന്നിൽ നിന്നും നാളത്തെ ഭക്ഷണം തേടരുത്. ഞാൻ നിന്നിൽ നിന്ന് നാളത്തെ അമലിനെ തേടുകയില്ല. അള്ളാഹുവിൽ നിന്നും നാളത്തെ ഭക്ഷണം തേടരുത്, എന്നാൽ അള്ളാഹു നമ്മിൽ നിന്നും നാളത്തെ അമലിനെയും തേടുകയില്ല.
10-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആദമിന്റെ മകനെ, നിന്നെ മനിയിൽ നിന്നും ഞാൻ പടച്ചു, നിന്റെ റിസ്കിനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അന്ന് അത് നിന്റെ വായിലേക്ക് ഞാൻ എത്തിക്കും. നമ്മെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റിസ്ക് നമുക്ക് നൽകും എന്നുള്ള ആ ഒരു ഗ്യാരണ്ടി ആണ് ഇവിടെ പറയുന്നത്. ഇനി 11-ാമത്തെ വാചകമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആദമിന്റെ മകനെ, നിനക്കുള്ള വിഹിതം കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ നിന്റെ ഹൃദയവും ശരീരവും റാഹത്താകും. നിന്റെ വിഹിതം കൊണ്ട് നീ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ ദുനിയാവ് നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കും. അങ്ങനെ നീ കാട്ടിലൂടെ മൃഗങ്ങൾ ചാടി നടക്കുന്നത് പോലെ ചാടി നടക്കും. എന്റെ ഇസ്സത്തും ജലാലിയത്തും തന്നെ സത്യം, നിനക്ക് കണക്കാക്കിയതല്ലാതെ ലഭിക്കുകയില്ല. നീ എന്റെ അടുക്കൽ നിന്ദിതനാണ്, മനുഷ്യരുടെ അടുക്കലും. 12-ാമത്തെ വാക്യം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആദമിന്റെ മകനെ, വല്ലവനും എന്റെ ഖളാഅ് കൊണ്ട് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ, എന്റെ ആപത്തിന്റെ മേൽ ക്ഷമിച്ചില്ലെങ്കിൽ, എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയില്ലെങ്കിൽ, എന്റെ ആകാശത്തിന് ചുവട്ടിൽ നിന്ന് അവൻ പുറത്തു പോയിക്കൊള്ളട്ടെ. ഞാനല്ലാത്ത മറ്റൊരു റബ്ബിനെ അവൻ അന്വേഷിച്ചു കൊള്ളട്ടെ. ആദം സന്തതികളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആദമിന്റെ മക്കളെ, വല്ലവനും എന്റെ ഖളാഅ് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ, എന്റെ ആപത്തിന്റെ മേൽ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ, എന്റെ അനുഗ്രഹങ്ങൾക്ക് അവൻ നന്ദി രേഖപ്പെടുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ, എന്റെ ആകാശത്തിന് ചുവട്ടിൽ നിന്ന് അവൻ പുറത്തു പോയിക്കൊള്ളട്ടെ. ഞാനല്ലാതെ മറ്റൊരു റബ്ബിനെ അവൻ അന്വേഷിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇപ്പൊ ഞാൻ വായിച്ച 12 വാക്യങ്ങൾ മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു 4 മതഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കി അതിൽ നിന്നും തിരഞ്ഞെടുത്ത 12 വാക്യങ്ങളാണ്. ഇതിന്റെ അർത്ഥം വളരെ ഗഹനമാണ്. എന്റെ ശുഷ്കമായ ബുദ്ധി കൊണ്ട് ഞാനത് വിവരിക്കാൻ ശ്രമിച്ചു പല വാക്യങ്ങളും, പക്ഷെ അതൊന്നും പൂർണ്ണമല്ല. ഉസ്താദുമാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. ചില വാക്യങ്ങൾ ഞാൻ അങ്ങനെ വായിച്ചു വിട്ടിക്കുകയാണ്, കാരണം എനിക്കതിന്റെ തഫ്സീർ പറയാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം അർത്ഥവ്യാപ്തിയുള്ള വാചകങ്ങളാണിത്. നല്ല ബുദ്ധിയും അറിവുമുള്ളവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇനി അടുത്ത ഒരു ലുഖ്മാനുൽ ഹക്കീം എന്നിവരെ തൊട്ടൊരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ പറയുന്നു, ഞാൻ 4000 നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തു. ലുഖ്മാനുൽ ഹക്കീം എന്നിവരെ തൊട്ട് ഒരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഈ പറയുന്നത്. അദ്ദേഹം 4000 നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തു. 4000 കൊല്ലം അവരുടെ വാചകങ്ങളിൽ നിന്നും ഞാൻ 8 വാചകം തിരഞ്ഞെടുത്തു. 4000 കൊല്ലം 4000 നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അവരുടെ വാചകങ്ങളിൽ നിന്നും അദ്ദേഹം 8 വാചകങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അതെന്തൊക്കെയാണ് ആ 8 വാചകങ്ങൾ? 1, നീ നിസ്കാരത്തിലാണെങ്കിൽ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക. നിസ്കരിക്കുന്ന സമയത്ത് ഹൃദയത്തെ സൂക്ഷിക്കുക. മറ്റ് അന്യചിന്തകളിൽ നിന്നൊക്കെ ഒഴിവായിക്കൊണ്ട് ആ നിസ്കാരത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലാണ് ഈ നിൽക്കുന്നത്, എന്നെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ നിസ്കാരം ഞാൻ നിർബന്ധമായി എന്റെ റബ്ബിനെ നിർവഹിക്കേണ്ടതാണ്, ഇത് ശരിയായിട്ടില്ലെങ്കിൽ എന്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്യും, ഞാൻ നശിച്ചു പോകും എന്നുള്ള ആ ഒരു ശക്തമായ വിചാരത്തോടു കൂടി തന്നെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട്, നിസ്കാരത്തിലാണെങ്കിൽ നീ ഹൃദയത്തെ സൂക്ഷിക്കുക. 2-ാമത്തെ വാചകം എന്താണ്? നീ അന്യരുടെ വീട്ടിലാണെങ്കിൽ കണ്ണുകളെ സൂക്ഷിക്കുക. അന്യരുടെ വീട്ടിലാണെങ്കിൽ നിന്റെ കണ്ണുകളെ സൂക്ഷിക്കുക. അവരുടെ വീടിന്റെ ഉള്ളറകളിലേക്ക് എത്തി നോക്കുവാൻ നീ ശ്രമിക്കരുത്. ആ വീട്ടിലുള്ള സ്ത്രീകളെയോ നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നും തന്നെ കാണാൻ ശ്രമിക്കരുത്. നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നും കാണാതിരിക്കുക എന്നുള്ളതാണ് ആ കണ്ണുകളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ 1-ാമത്തെ വാചകം, നീ നിസ്കാരത്തിലാണെങ്കിൽ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക. നീ അന്യരുടെ വീട്ടിലാണെങ്കിൽ നിന്റെ കണ്ണുകളെ സൂക്ഷിക്കുക. ജനങ്ങൾക്കിടയിലാണെങ്കിൽ നാവിനെ സൂക്ഷിക്കുക. ജനങ്ങൾക്കിടയിൽ നമ്മൾ നിൽക്കുമ്പോൾ പലരുടെയും വാക്കുകൾക്ക് ചെവിയോർക്കുകയും നമ്മൾ അതിനനുസരിച്ച് പറയുകയും ചെയ്തുകൊണ്ട് ഒരുപാട് കുറ്റങ്ങള്, ഒരുപാട് ഏബത്തുകള്, ചിലപ്പോൾ കളവുകളൊക്കെ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് ജനങ്ങൾക്കിടയിലാണെങ്കിൽ നാം ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. നീ സുപ്രയിലാണെങ്കിൽ, അതായത് ഭക്ഷണത്തളികയുടെ മുമ്പിലാണെങ്കിൽ നിന്റെ തൊണ്ട സൂക്ഷിക്കുക. സുഫ്രയിലാണെങ്കിൽ എന്താണ് സൂക്ഷിക്കേണ്ടത്? തൊണ്ടയെ സൂക്ഷിക്കുക. അതായത് ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുക. അമിതമായി വാരി വലിച്ച് കഴിക്കാതെ അതിൽ ഒരു മിതത്വം പാലിക്കുക. ഇനി 2 മറക്കുക, 2 ഓർക്കുക. 2 കാര്യങ്ങളെ ഓർക്കാനും 2 കാര്യങ്ങളെ മറക്കാനും മഹാനവർകൾ പറയുന്നു. എന്താണ് ഓർക്കേണ്ട 2? അല്ലാഹു, മൗത്ത്.
മരണത്തെയും അള്ളാഹുവിനെയും ഓർക്കാനാണ് മഹാനവറുകൾ പറയുന്നത്. മറക്കേണ്ട രണ്ടെണ്ണം എന്താണ്? അത് അന്യരുടെ ഹക്കിലുള്ള നിന്റെ ഗുണങ്ങളും നിന്റെ ഹക്കിലുള്ള അന്യരുടെ ദോഷങ്ങളും. അതായത് നാം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറന്നേക്കുക. ആ നന്മയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാ ഞാൻ അവന് അത് ചെയ്തു കൊടുത്തല്ലോ, ഞാൻ അവൻ ഇങ്ങനെ ചെയ്തു കൊടുത്തല്ലോ, അതിന്റെ പേരിൽ നമ്മളിങ്ങനെ ഊറ്റം കൊള്ളുക, ലോകമാന്യം നടിക്കുക എന്നുള്ളത് മഹാമോശമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പ്രതിഫലം നഷ്ടമായി പോകും. അതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് എന്തൊക്കെ നന്മകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ മറന്നേക്കൂ. അതൊന്നും നാം ഓർത്തു വെക്കേണ്ടതില്ല. അത് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെട്ടു കഴിഞ്ഞു. അതിന് പ്രതിഫലം അള്ളാഹു നമുക്ക് അവിടെ നൽകിക്കൊള്ളും. അതുകൊണ്ട് നാം അതും പറഞ്ഞിങ്ങനെ ഊറ്റം കൊള്ളേണ്ടതില്ല. ഇനി നാം മറക്കേണ്ടത് എന്താണ്? നിന്റെ ഹക്കിലുള്ള അന്യരുടെ ദോഷങ്ങൾ. നമുക്കാരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തു, നമ്മെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ നമ്മെ അതിക്രമിച്ചു, നമ്മെ ഉപദ്രവിച്ചു, അതെല്ലാം നമ്മൾ മറന്നേക്കുക. അതിങ്ങനെ മനസ്സിലിട്ട് അവനോട് പകയും ദേഷ്യവും അവനെതിരിൽ പ്രാർത്ഥിച്ചുകൊണ്ടും നടക്കരുത്. അവൻ അള്ളാഹു കൊടുത്തോളും. അവൻ എന്നോട് ഇത് ചെയ്തില്ല, അവൻ എന്നോട് അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് നടക്കാതെ അതിനെ മറന്നേക്കുക. മറ്റുള്ളവർക്ക് നാം ചെയ്തു കൊടുത്ത നന്മകളും അതുപോലെ മറ്റുള്ളവർ നമുക്ക് ചെയ്ത തിന്മകളും നാം മറക്കണമെന്നാണ് മഹാനവറുകൾ ഇവിടെ നമ്മെ ഉപദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വഹ്യ് ഇറക്കി. ലുഖ്മാനുൽ ഹക്കീമിന് ഒരു കസേര വെച്ചു കൊടുക്കൂ പഠിക്കാൻ വേണ്ടി. അതായത് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ ലുഖ്മാനുൽ ഹക്കീമിന്റെ സാരിൽ ഇരുത്തുക, നിങ്ങൾ ഹിക്മത്ത് പഠിക്കുക. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാം ലുഖ്മാൻ തങ്ങളുടെ അടുത്ത് പോയി ഒരു കസേരയിൽ എന്ന് നിങ്ങൾക്കറിയണ്ടേ. ദുനിയാവിലും താമസിക്കുന്നതിന്റെ കണക്കനുസരിച്ചാവുക. ദുനിയാവിനോടുള്ള നിന്റെ പ്രിയം നീ അതിൽ എത്ര കാലമാണോ ഈ ദുനിയാവിൽ. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താണ്? ആഖിറത്തിലേക്ക് നിന്റെ അമൽ നീ അതിൽ താമസിക്കുന്നതിന്റെ കണക്കനുസരിച്ചും ആവുക. ആഖിറത്തിലേക്കുള്ള നമ്മളുടെ അമൽ ആഖിറത്തിൽ നമ്മൾ എത്ര കാലം താമസിക്കുമോ അതിന്റെ കണക്കനുസരിച്ചും ആവുക. നമുക്കറിയാം ദുനിയാവും ആഖിറവും തമ്മിൽ നമ്മൾ തർക്കപ്പെടും. നിങ്ങൾ എത്ര കാലമാണ് ദുനിയാവിൽ സ്വീകരിച്ചത്? ചില ആളുകൾ പറയും അല്പസമയമല്ലാതെ ഞങ്ങൾ താമസിച്ചിട്ടില്ല. ചില ആളുകൾ പറയും അതില് മധ്യമ നിലപാട് സ്വീകരിക്കുന്നവർ പറയും 1-2 ദിവസം ഞങ്ങൾ ദുനിയാവിൽ താമസിച്ചിട്ടുണ്ട് എന്ന്. കാരണം അവർക്ക് ഈ ദുനിയാവിലെ ഈ 70 വർഷക്കാലം അല്ലെങ്കിൽ 80 വർഷക്കാലം അല്ലെങ്കിൽ 100 വർഷം എടുക്കാം. 100 വയസ്സ് വരെ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷം. അതുപോലെ 1000 വർഷത്തിന് തുല്യമാണ് ഭൂമിയിലെ ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ദുനിയാവിലെ ജീവിതത്തെ എന്തെങ്കിലും ജീവിച്ചു എന്ന് പറയാൻ തക്ക സമയം ഇവിടെ ഇല്ലല്ലോ. അല്പസമയം തന്നെ നമുക്ക് ദുനിയാവിൽ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ദുനിയാവിനോട് നിനക്കുള്ള പ്രിയം നീ അതിൽ താമസിക്കുന്നതിന്റെ കണക്കനുസരിച്ചാവുക എന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഉപദേശം നൽകുന്നത്. രണ്ടാമത്തെ ഉപദേശം ആഖിറത്തിലേക്കുള്ള നിന്റെ അമലുകൾ നീ അതിൽ താമസിക്കുന്നതിന്റെ കണക്കനുസരിച്ചാവുക. ആഖിറത്തിൽ പിന്നെ ഒരിക്കലും മരണമില്ല. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കുള്ള സ്ഥലത്ത് ഒരു ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരികയും ആ ആടിനെ അവിടെ വെച്ച് അറുത്തുകളയുകയുമാണ്. എന്നിട്ട് പറയുകയാണ് ഇനി മുതൽ മരണം ഇല്ല, മരണത്തെ ഞാൻ വധിച്ചു കഴിഞ്ഞു. ഇനി നരകത്തിലുള്ളവർ കാലാകാലം നരകത്തിലും അനന്തമായ കോടിക്കണക്കിന് വർഷങ്ങൾ എന്നെന്നും നമ്മൾ ജീവിക്കേണ്ട ആ ആഖിറത്തിനെ ആലോചിച്ചുകൊണ്ട് ആഖിറത്തിൽ നമ്മൾ എത്ര കാലം ജീവിക്കേണ്ടതുണ്ടോ അതിനനുസരിച്ച് തന്നെ വലിയ വലിയ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് നൽകുന്നത്. 3, പാപം ചെയ്യാനുള്ള നിന്റെ തന്റെ ഇടം നരകത്തിനെ തൊട്ട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിന്റെ കണക്കനുസരിച്ചാവുക. പാപം ചെയ്യുവാൻ നമുക്കൊന്നും ഇന്നൊരു മനസ്സാക്ഷിക്കുത്തുമില്ല. എന്നാൽ മഹാനവറുകൾ നമ്മെ ഉണർത്തുന്നു, പാപം ചെയ്യാനുള്ള നിന്റെ തന്റെ ഇടം നരകത്തെ തൊട്ട് നിനക്ക് എത്രമാത്രം ക്ഷമിക്കാൻ കഴിയുമോ അതിന്റെ കണക്കനുസരിച്ചാവുക.
ഏത് പാപത്തിനും അതിന്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് നരകത്തിൽ കടന്നാലും പ്രശ്നമൊന്നുമില്ല എന്നാണോ? എനിക്ക് നരകത്തിൽ ക്ഷമിക്കാൻ കഴിയും, നരകത്തിൽ എങ്ങനെ വെന്തിരിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് നിനക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ പാപം ചെയ്തുകൊള്ളൂ. അതല്ല, നരകത്തീന് ദുനിയാവിന്റെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള ആ തീ, ദുനിയാവിൽ നമുക്കറിയാം, ഒരു തിളച്ച വെള്ളം ശരീരത്തിലൂടെ പോയാൽ നമ്മൾ എത്ര ദിവസം അതിന്റെ പേരിൽ വേദനിക്കുന്നു, നമുക്ക് എത്രത്തോളം വേദന അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ 70 ഇരട്ടി ചൂടുള്ള ആ നരകത്തീയിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് പാപം ചെയ്യാൻ കഴിയുക? അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നത്, നരകത്തിന് നിന്റെ പാപം ചെയ്യാനും നിന്റെ യജമാനന് നീ ഖിദ്മത്ത് ചെയ്യുക, അവനോട് നിനക്കുള്ള ആവശ്യത്തിന്റെ കണക്കനുസരിച്ച്. നമ്മുടെ യജമാനൻ ആരാണ്? സർവശക്തനായ അല്ലാഹു. അള്ളാഹുവിന് നമ്മൾ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങിയാൽ, രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം കഴിഞ്ഞാലും അവന്റെ ആവശ്യങ്ങളുടെ ചാർട്ട് അവസാനിക്കുകയില്ല. അത്രത്തോളം നീണ്ട ആവശ്യങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. എന്നാൽ നമ്മൾ അള്ളാഹുവിന് ഖിദ്മത്ത് ചെയ്യാൻ എടുക്കുന്ന സമയമോ വളരെ തുച്ഛവും. അതുകൊണ്ടാണ് പറയുന്നത്, ദാവൂദ് നബി അലൈഹിസ്സലാം എന്താണ്? നിന്റെ യജമാനന് എതിര് ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ കാണാത്ത സ്ഥലം അന്വേഷിക്കുക. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വല്ല പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ എങ്കിൽ അള്ളാഹു കാണാത്ത ഒരു സ്ഥലം അന്വേഷിക്കുക. അള്ളാഹു കാണാത്ത സ്ഥലം ഈ ഭൂമിയിലുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ, അള്ളാഹുവിന് എതിര് ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ കാണാത്ത സ്ഥലം അന്വേഷിക്കുക എന്നുള്ള മഹത്തായ വലിയ ഉപദേശങ്ങളാണ്. ഈ 5 ഉപദേശങ്ങളും തീർച്ചയായും നമ്മളെ എഴുതി തൂക്കേണ്ടതാണ് നമ്മുടെ ചുമരുകളിലൊക്കെ. കാരണം അതിലേക്ക് രാവിലെയും വൈകുന്നേരവും ഒന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് മാനസികമായ വ്യത്യാസം വരും. ഞാൻ ആ ഉപദേശങ്ങൾ ഒന്നുകൂടി ഒരു ആവർത്തി കൂടി വായിക്കാം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിക്കൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് നേടുന്ന ഉപദേശങ്ങളിൽ ഒന്നാമത്തേത്, ദുനിയാവിനോട് നിനക്കുള്ള പ്രിയം നീ അതിൽ താമസിക്കുന്നതിന്റെ കണക്കനുസരിച്ചാവുക. ആഖിറത്തിലേക്കുള്ള നിന്റെ അമൽ നീ അതിൽ താമസിക്കുന്നതിന്റെ കണക്കനുസരിച്ചാവുക. പാപം ചെയ്യാനുള്ള നിന്റെ തന്റേടം നരകത്തിനെ തൊട്ട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിന്റെ കണക്കനുസരിച്ചാവുക. നിന്റെ യജമാനന് നീ ഖിദ്മത്ത് ചെയ്യുക, അവനോട് നിനക്കുള്ള ആവശ്യത്തിന്റെ കണക്കനുസരിച്ച്. നിന്റെ യജമാനന് എതിർ ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ കാണാത്ത സ്ഥലം അന്വേഷിക്കുക. ഇതാണ് ഈ 5 എണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തികളിൽ ഒരു കാലം വരും, 5 എണ്ണം അവർ ഇഷ്ടപ്പെടും, 5 എണ്ണം അവർ മറക്കും. ജീവിതം അവരിഷ്ടപ്പെടും, മരണത്തെ അവർ മറക്കും. മുതലിനെ അവരിഷ്ടപ്പെടും, കണക്ക് ചോദ്യം അവർ മറക്കും. മണിമാളികകൾ അവർ ഇഷ്ടപ്പെടും, ഖബറുകൾ അവർ മറക്കും. ദുനിയാവിനെ അവർ ഇഷ്ടപ്പെടും, ആഖിറം അവർ മറക്കും. സൃഷ്ടികളെ അവരിഷ്ടപ്പെടും, സൃഷ്ടാവിനെ മറക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾ ഒന്നുകൂടി ശ്രവിക്കൂ നിങ്ങൾ. എന്റെ ഉമ്മത്തുകളിൽ ഒരു കാലം വരും, 5 കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും, 5 എണ്ണം അവർ മറക്കുകയും ചെയ്യും. എന്താണ് ആ 5 കാര്യങ്ങൾ? ജീവിതത്തെ അവരിഷ്ടപ്പെടും, മരണം അവർ മറക്കും. മുതലിനെ അവരിഷ്ടപ്പെടും, കണക്ക് ചോദ്യത്തെ അവർ മറക്കും. മണിമാളികകൾ അവർ ഇഷ്ടപ്പെടും, ഖബറുകൾ അവർ മറക്കും. ദുനിയാവിനെ അവരിഷ്ടപ്പെടും, ആഖിറത്തെ അവർ മറക്കും. സൃഷ്ടികളെ അവരിഷ്ടപ്പെടും, സൃഷ്ടാവിനെ മറക്കും. ആ കാലത്ത് തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഖുദ്സിയായ ഒരു ഹദീസിൽ വന്നത് കേൾക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 6 കാര്യം എന്നിൽ നിന്നാണ്, 6 എണ്ണം നിന്നിൽ നിന്നും. സ്വർഗം എന്നിൽ നിന്ന്, വഴിപ്പെടൽ നിന്നിൽ നിന്ന്, ഇലാഹിയത്ത് എന്നിൽ നിന്ന്, ആരാധന നിന്നിൽ നിന്ന്, ഉത്തരം നൽകൽ എന്നിൽ നിന്ന്, ദുആ നിന്നിൽ നിന്ന്, ആപത്ത് എന്നിൽ നിന്ന്, ക്ഷമ നിന്നിൽ നിന്ന്, നന്ദി നിന്നിൽ നിന്ന്, ഭക്ഷണം എന്നിൽ നിന്ന്, നന്ദി നിന്നിൽ നിന്ന്, പൊറുക്കൽ എന്നിൽ നിന്ന്, തൗബ നിന്നിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കൂ.
എന്താണ് പറയുന്നത്? 6 കാര്യം അള്ളാഹുവിൽ നിന്നും 6 കാര്യം സൃഷ്ടികളിൽ നിന്നുമാണ്. സ്വർഗം അള്ളാഹുവിൽ നിന്നാണ്, എന്നാൽ അതിന് വഴിപ്പെടൽ നിങ്ങളിൽ നിന്നാണ്, സൃഷ്ടികളിൽ നിന്ന്. അള്ളാഹുവിൽ നിന്ന് സ്വർഗം നമുക്ക് ലഭിക്കും, പക്ഷെ വഴിപ്പെടൽ നമ്മളിൽ നിന്നാണ്. അതുപോലെ ഇലാഹിയത്ത് അള്ളാഹുവിൽ നിന്ന്, ആരാധന സൃഷ്ടികളിൽ നിന്ന് വരണം. ഉത്തരം നൽകൽ അള്ളാഹുവിൽ നിന്നാണ്, ദുആ സൃഷ്ടികളിൽ നിന്നും. ആപത്ത് അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്, എന്നാൽ ക്ഷമ നമ്മിൽ നിന്നാണ് വരേണ്ടത്. ഭക്ഷണം അള്ളാഹുവാണ് നൽകുന്നത്, അതിന് നന്ദി നമ്മിൽ നിന്നും വേണം. പൊറുക്കൽ അള്ളാഹുവിൽ നിന്നാണ്, തൗബ ചെയ്യലോ നമ്മിൽ നിന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലവനും അള്ളാഹുവിൽ നിന്ന് കുറഞ്ഞ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അള്ളാഹു അവനിൽ കുറഞ്ഞ അമൽ കൊണ്ട് തൃപ്തിപ്പെടും. അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും കുറഞ്ഞ ഭക്ഷണം കൊണ്ട് ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ അള്ളാഹു അവനിൽ കുറഞ്ഞ അമൽ കൊണ്ട് തൃപ്തിപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഭക്ഷണം സമൃദ്ധമായി 3 നേരവും വെട്ടിവിഴുങ്ങുന്നവര് അതിനനുസരിച്ച് അള്ളാഹുവിന് കൂടുതൽ അമൽ ചെയ്യാൻ കടപ്പെട്ടവരാണ് എന്നുള്ള ഒരു ഭാഷ്യം കൂടി ഉണ്ട്. നമ്മളൊക്കെ വയറ് നിറച്ച് സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ അമലുകൾ ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമൽ ചെയ്യാത്ത പണ്ഡിതൻ മഴയില്ലാത്ത മേഘം പോലെയാണ്. ധർമ്മം ചെയ്യാത്ത ധനികൻ ഫലം കായ്ക്കാത്ത മരം പോലെയാണ്. ക്ഷമയില്ലാത്ത ഫക്കീർ വെള്ളമില്ലാത്ത പുഴ പോലെയാണ്. നീതിയില്ലാത്ത രാജാവ് ഇടയനില്ലാത്ത ആട് പോലെയാണ്. തൗബയില്ലാത്ത യുവാവ് മേൽപ്പുരയില്ലാത്ത വീട് പോലെയാണ്. ലജ്ജയില്ലാത്ത പെണ്ണ് ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാണ്. എന്തൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ? ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. അമൽ ചെയ്യാത്ത പണ്ഡിതൻ മഴയില്ലാത്ത മേഘം പോലെയാണ്. നമുക്കറിയാം, ആകാശത്ത് മേഘം കാണുമ്പോൾ നമ്മുടെ പ്രതീക്ഷ മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ആ മേഘം അങ്ങനെ കാറ്റുകൾ അടിച്ചുകൊണ്ട് മറ്റെങ്ങോട്ടെങ്കിലും പോയി, അതും ആ മേഘം അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഒരു മഴയും പെയ്തില്ല, ഒരു തുള്ളി പോലും താഴേക്ക് വർഷിച്ചില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് വല്ല ഉപകാരവുമുണ്ടോ? അങ്ങനത്തെ കുറെ മേഘങ്ങൾ ഉണ്ടായിട്ട് വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുപോലെയാണ് അമൽ ചെയ്യാത്ത പണ്ഡിതൻ. അവന് എൽമിനനുസരിച്ച് അവൻ അമൽ ചെയ്യുന്നില്ലെങ്കിൽ ആ മഴ വർഷിക്കാത്ത മേഘം പോലെയാണ്, ആർക്കും ഒരു ഉപകാരവുമില്ല. ഇനി ധർമ്മം ചെയ്യാത്ത ധനികൻ, അവൻ ഫലം കായ്ക്കാത്ത മരം പോലെയാണ്. വലിയ ഒരു മരമുണ്ട്, പക്ഷെ അതില് ഒരു ചെറിയ കണ്ണിമാങ്ങ പോലുമില്ല, അല്ലെങ്കിൽ അതെന്ത് ഫലവൃക്ഷമാണോ ആ ഫലം അതിൽ കായ്ക്കുന്നേ ഇല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ഉപകാരവുമുണ്ടോ? ഒരു ഉപകാരവുമില്ല. അതുകൊണ്ട് ധർമ്മം ചെയ്യാത്ത ധനികൻ ഫലം കായ്ക്കാത്ത മരം പോലെയാണ്. ക്ഷമയില്ലാത്ത ഫക്കീർ വെള്ളമില്ലാത്ത പുഴ പോലെയാണ്. ക്ഷമയില്ലാത്ത ഫക്കീർ വെള്ളമില്ലാത്ത പുഴ പോലെയാണ്. നീതിയില്ലാത്ത രാജാവ് ഇടയനില്ലാത്ത ആട് പോലെയാണ്. തൗബയില്ലാത്ത യുവാവ് മേൽപ്പുരയില്ലാത്ത വീട് പോലെയാണ്. ലജ്ജയില്ലാത്ത പെണ്ണ് ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാണ്. ലജ്ജയില്ലാത്ത പെണ്ണ് ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. ഈ വാക്കുകളൊക്കെ ഒന്നിനൊന്ന് വളരെയധികം ഗഹനമായ അർത്ഥതലങ്ങളുള്ള വാക്കുകളാണ്. തീർച്ചയായിട്ടും ബിസ്മില്ലാ പറഞ്ഞതുപോലെ ഇതൊക്കെ എഴുതിയെടുക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ചുമരുകളിലൊക്കെ ഇതൊക്കെയാണ്, ഈ വാചകങ്ങളൊക്കെയാണ് ശരിക്കും എഴുതി വെക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യം 5 വിഭാഗങ്ങളിൽ നിന്ന് തേടൽ ഉണ്ടാകാത്തതാണ്. 5 കാര്യം 5 വിഭാഗങ്ങളിൽ നിന്ന് തേടൽ ഉണ്ടാകാത്തതാണ്. ശത്രുവിൽ നിന്ന് ഗുണം കാംക്ഷിക്കൽ ഉണ്ടാകാത്തതാണ്. ജാഹിലിൽ നിന്ന് ഖിദ്മത്ത് തേടൽ ഉണ്ടാകാത്തതാണ്. അമലില്ലാതെ സ്വർഗം തേടൽ ഉണ്ടാകാത്തതാണ്. സ്ത്രീകളിൽ നിന്ന് വാഗ്ദത്ത പൂർത്തി തേടൽ ഉണ്ടാകാത്തതാണ്. തൗബയില്ലാതെ മഗ്ഫിറത്ത് തേടൽ ഉണ്ടാകാത്തതാണ്. 5 കാര്യം 5 വിഭാഗങ്ങളിൽ നിന്ന് തേടൽ ഉണ്ടാകാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 5 കാര്യങ്ങൾ: 1, ശത്രുവിൽ നിന്ന് ഗുണം കാംക്ഷിക്കൽ, അതുണ്ടാകാത്തതാണ്. ജാഹിലിൽ നിന്ന് ഖിദ്മത്ത് തേടൽ, അതും ഉണ്ടാകാത്തതാണ്. അമലില്ലാതെ സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അതും നടക്കാത്ത കാര്യമാണ്. സ്ത്രീകളിൽ നിന്ന് വാഗ്ദത്ത പൂർത്തി തേടൽ, അതും ഉണ്ടാകാത്തതാണ്. സ്ത്രീകളുടെ വാഗ്ദാനങ്ങൾ അതവർ പാലിക്കുകയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തൗബയില്ലാതെ മഗ്ഫിറത്ത് തേടൽ,
ഉണ്ടാകാത്തതാണ്. ഷെയ്ഖ് അബ്ദുൽ ഖൈറുൽ അഖ്തായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരും പരിശുദ്ധമായ ഒരു അവസ്ഥയിലെത്തിയിട്ടില്ല ശറഈന്റെ നിയമങ്ങൾ കൃത്യമായി എടുക്കാതെ, മര്യാദകൾ പാലിക്കാതെയും ഫർളുകൾ വീട്ടാതെയും സ്വാലിഹീങ്ങളുമായി സഹവസിക്കാതെയും ഫഖീറന്മാർക്കും സ്വാലിഹീങ്ങൾക്കും ഖിദ്മത്തെടുക്കാതെയും. ആരും പരിശുദ്ധി പ്രാപിച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ? മര്യാദകൾ പാലിക്കാതെ, അതുപോലെ ശറഈന്റെ നിയമങ്ങൾ പാലിക്കാതെ, ശറഈന്റെ നിയമങ്ങൾ കൃത്യമായി എടുക്കാതെ ആരും ഉന്നത പദവികളിൽ എത്തുകയില്ല. അതുപോലെ മര്യാദകൾ, അദബുകൾ, ഇസ്ലാമിന്റെ മതത്തിന്റെ നിയമങ്ങളും അദബുകളും പാലിക്കാതെ, ഫർളുകൾ വീട്ടാതെ, സ്വാലിഹീങ്ങളുമായി സഹവസിക്കാതെയും ഫഖീറന്മാർക്കും സ്വാലിഹീങ്ങൾക്കും ഖിദ്മത്തെടുക്കാതെയും ആരൊക്കെ ഈ ദുനിയാവിൽ വിജയിച്ചിട്ടുണ്ടോ, ഔലിയാക്കളുടെ പദവിയിലെത്തിയിട്ടുണ്ടോ, മഹാന്മാരായിട്ടുണ്ടോ, അവരൊക്കെ മഹാന്മാരായിട്ടുള്ളത് അല്ലെങ്കിൽ അവരവരുടെ വിലായത്ത് നേടിയിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ്. അല്ലാതെ ആർക്കും ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പദവി കൊടുത്ത് ഇറക്കി വിടുന്നതല്ല. നേരെ മറിച്ച് അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് മഹത്വം നേടാൻ കഴിയുകയില്ല എന്ന് മഹാനായ അബ്ദുൽ ഖൈറുൽ അഖ്തായി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം അത് വഴിപ്പെടുന്നവർക്കുള്ളതാണ്. അതൊരു ഹബ്ശിയായ അടിമയായാലും ശരി, നരകം പാപിക്കാണ്, അവൻ ഖുറൈശി പുത്രനാണെങ്കിലും ശരി. വളരെ വലിയ ഒരു തത്വമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. എന്താണത്? സ്വർഗം വഴിപ്പെടുന്നവർക്കുള്ളതാണ്. അതൊരു ഹബ്ശിയായ അടിമയായാലും ശരി, നരകം പാപിക്കാണ്, അവൻ ഖുറൈശി പുത്രനാണെങ്കിലും ശരി. കുടുംബമഹിമ കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ ആർക്കും സ്വർഗവും നരകവും ലഭിക്കുകയില്ലെന്നും, എന്നാൽ യഥാർത്ഥത്തിൽ തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നും ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്തിരിക്കുന്നു, യത്തീമിന് നീ കൃപയുള്ള പിതാവിനെ പോലെയാവുക, വിധവകൾക്ക് മയം ചെയ്യുന്ന ഒരു ഭർത്താവിനെ പോലെയാവുക, എന്നാൽ നിന്റെ ഓരോ ശ്വാസത്തിനും സ്വർഗത്തിലെ ഓരോ മാളിക നിനക്ക് ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ നാവിനെ സൂക്ഷിക്കുക, ശരീരത്തെ തടവിലിടുക, നിന്റെ പാപത്തിന്റെ മേൽ കരയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു, എന്റെ സമുദായമേ, നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു 5 വസ്തുക്കൾ കൊണ്ട്. ഒന്നുകൂടി ആവർത്തിക്കാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്തിരിക്കുന്നു, യത്തീമിന് നീ കൃപയുള്ള പിതാവിനെ പോലെയാവുക, വിധവകൾക്ക് മയം ചെയ്യുന്ന ഒരു ഭർത്താവിനെ പോലെയാവുക, എന്നാൽ നിന്റെ ഓരോ ശ്വാസത്തിനും സ്വർഗത്തിലെ ഓരോ മാളിക നിനക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ നാവിനെ സൂക്ഷിക്കുക, ശരീരത്തെ തടവിലിടുക, നിന്റെ പാപത്തിന്റെ മേൽ കരയുക. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വന്തം ഉമ്മത്തിനോട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു 5 വസ്തുക്കൾ കൊണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ മനുഷ്യരെ ഓർക്കുന്നതിനേക്കാൾ അള്ളാഹുവിനെ ഓർക്കുന്നത് അധികരിപ്പിക്കുക. ദുനിയാവിനെ ഓർക്കുന്നതിനേക്കാൾ ആഖിറത്തെ ഓർക്കുന്നത് അധികരിപ്പിക്കുക. നന്മ ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ ചെയ്ത തിന്മകൾ ഓർക്കുന്നത് അധികരിപ്പിക്കുക. ജീവിതം ഓർക്കുന്നതിനേക്കാൾ മരണം ഓർമ്മിക്കുന്നത് അധികരിപ്പിക്കുക. മനുഷ്യരുടെ ന്യൂനതകൾ ഓർക്കുന്നതിനേക്കാൾ സ്വന്തം ന്യൂനതകൾ ഓർക്കുന്നതിനെ അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വസിയത്ത് ചെയ്യുന്ന 5 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതിന്റെ മുമ്പ് പറഞ്ഞതിന്റെ ആവർത്തനങ്ങൾ കൂടിയാണെങ്കിലും ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് എന്താണ് വസിയത്ത് ചെയ്യുന്നത്? മനുഷ്യരെ ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ മനുഷ്യരുടെ ഒക്കെ സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർക്കുന്നത് അധികരിപ്പിക്കുക. ദുനിയാവിനെ ഓർക്കുന്നതിനേക്കാൾ ആഖിറത്തെ ഓർക്കുന്നത് അധികരിപ്പിക്കുക. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ, സൽക്കർമ്മങ്ങളെ ഓർക്കുന്നതിനേക്കാൾ നമ്മുടെ തിന്മകൾ ഓർക്കുന്നത് അധികരിപ്പിക്കുക. അപ്പോഴേ നമുക്ക് തൗബ ചെയ്യാനും ഞാൻ വളരെ പാപിയാണല്ലോ, അള്ളാഹുവിന്റെ അടുക്കൽ എന്താകും എന്റെ അവസ്ഥ എന്നുള്ളതിൽ കൂടുതൽ നന്മകൾ ചെയ്യുവാനൊക്കെ നമുക്ക് പ്രേരണ നമ്മുടെ തിന്മകളെ ഓർക്കുമ്പോഴാണ്. നമ്മൾ ചെയ്ത നന്മകൾ ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് കൂടുതൽ നന്മ ചെയ്യാൻ തോന്നുകയില്ല. ഞാൻ അത്യാവശ്യം തരക്കടില്ല, എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ഒരു ബോധത്തിൽ നമ്മൾ ജീവിക്കുകയും അങ്ങനെ മരിച്ചു പോവുകയും ചെയ്താൽ നമ്മുടെ ഗതി അധോഗതിയായിരിക്കും. ഇനി ജീവിതം ഓർക്കുന്നതിനേക്കാൾ മരണം ഓർമ്മിക്കുന്നത് അധികരിപ്പിക്കുക. ജീവിതത്തിന്റെ കാര്യങ്ങൾ, ജീവിതത്തിന് നമുക്കൊരു കുഞ്ഞുണ്ടായാല്, നമുക്കൊരു സന്താനങ്ങൾ അള്ളാഹു നൽകിയാൽ നമ്മൾ അവരെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും അവരുടെ
സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗമനത്തിനൊക്കെ വേണ്ടി നമ്മൾ വളരെ മുൻകൂട്ടി ആലോചിച്ച് പ്ലാൻ ചെയ്യുന്നു. എന്നാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ഉറപ്പായും വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് നാം ഓർക്കുന്നേയില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ജീവിതം ഓർക്കുന്നതിനേക്കാൾ മരണം ഓർമ്മിക്കുന്നത് അധികരിപ്പിക്കുക. മനുഷ്യരുടെ ന്യൂനതകൾ ഓർക്കുന്നതിനേക്കാൾ സ്വന്തം ന്യൂനതകൾ ഓർക്കുന്നതിനെ അധികരിപ്പിക്കുക. ചില ഹാക്കിമീങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, നിശ്ചയം അവർ പറഞ്ഞു, 3 കാര്യങ്ങൾ സ്തുത്യർഹമായ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 1, ആവശ്യമുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഇഷ്ടപ്പെടുക. 2, മുസ്ലിങ്ങളിൽ നിന്ന് ബലഹീനർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുക. 3, സൃഷ്ടികൾക്ക് മുഴുവൻ താഴ്മ ചെയ്യലും സഹനം കൈക്കൊള്ളുന്നതിനും ഇഷ്ടപ്പെടുക. വളരെ മഹത്വമേറിയ 3 കാര്യങ്ങൾ, 3 സ്വഭാവം. ഈ 3 ഒരാളിലുണ്ടെങ്കിൽ അയാൾ ഉത്കൃഷ്ട സ്വഭാവത്തിൽ പെട്ടവനാണ്, ഉത്കൃഷ്ട സ്വഭാവമാണ് അയാളുടേത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണിത്? ആവശ്യമുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഇഷ്ടപ്പെടുക, മുസ്ലിങ്ങളിൽ നിന്ന് ബലഹീനർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുക, സൃഷ്ടികൾക്ക് മുഴുവൻ താഴ്മ ചെയ്യുന്നതും സഹനം കൈക്കൊള്ളുന്നതും ഇഷ്ടപ്പെടുക. ഇത് വളരെ ഉത്കൃഷ്ടമായ ഒരു സ്വഭാവ വിശേഷമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ജിബ്രീൽ അറിയിച്ചു തന്നു, തീർച്ചയായും വിരുന്നുകാരൻ തന്റെ സഹോദരന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവനോടൊപ്പം 1000 റഹ്മത്തും 1000 ബർക്കത്തും പ്രവേശിക്കും. നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നാൽ ആ വിരുന്നുകാരൻ ഒറ്റക്കല്ല വരുന്നത്, മറിച്ച് ആ വിരുന്നുകാരനോടൊപ്പം 1000 അള്ളാഹുവിന്റെ റഹ്മത്തും 1000 ബർക്കത്തും കൂടി ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. വീട്ടുകാരന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. പാപങ്ങൾ സമുദ്രത്തിലെ വെള്ളം കണക്കോ വൃക്ഷത്തിലെ ഇലകൾ കണക്കോ ഉണ്ടായാലും ശരി, വിരുന്നുകാരൻ തിന്നുന്ന ഓരോ പിടി ചോറിനും അള്ളാഹു അവന് പകരം നൽകും. സ്വീകാര്യമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി അവന് പകരം നൽകും. സ്വർഗത്തിൽ അള്ളാഹു അവനൊരു പട്ടണം എടുത്തു കൊടുക്കും, ഒരു കെട്ടിടമല്ല. സ്വർഗത്തിൽ അള്ളാഹു വിരുന്നുകാരനെ വേണ്ടും വിധം സ്വീകരിച്ച് ആദരിക്കുന്നതിന് നൽകുന്നത് ഒരു പട്ടണം തന്നെയാണ്. ഒരാൾ വിരുന്നുകാരനെ ബഹുമാനിച്ചാൽ 60 നബിമാരെ ബഹുമാനിച്ച പ്രതിഫലമുണ്ട്. എന്തൊക്കെയാണ് വിരുന്നുകാർക്കുള്ള? നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ വിരുന്നുകാർ വീട്ടിലേക്ക് വരിക എന്നുള്ളത് പലർക്കും വിഷമമാണ്. കാരണം അവരുടെ സ്വകാര്യതയിലേക്ക് മറ്റുള്ളവർ അതിക്രമിച്ചു കടക്കുന്നു. ഞാനും എന്റെ ഭർത്താവും ഒരു തട്ടാനും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പല സ്ത്രീകൾക്കും വിരുന്നുകാർ വീട്ടിലേക്ക് വരുന്നത് അസഹ്യതയാണ്. ഇനിയിപ്പോ ആ കുട്ടികളെ വീട്ടിലെ സാധനങ്ങളൊക്കെ നശിപ്പിക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ ഫ്ലവർ വേസ് അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിലുള്ള നമ്മുടെ കൗതുക വസ്തുക്കളൊക്കെ അവരെടുത്ത് നശിപ്പിക്കും, ടിവിയും റിസീവറും ഒക്കെ നശിപ്പിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് വിരുന്നുകാർ വരുന്നത് വളരെ അസഹ്യതയോടെയും അസഹിഷ്ണുതയോടെയും കാണുന്നവരുണ്ട്. അതുപോലെ ചില ആളുകൾക്ക് സ്വന്തം വീട്ടിലെ വിരുന്നുകാരാണെങ്കിൽ കുഴപ്പമില്ല, ഭർത്താവിന്റെ കുടുംബക്കാരാണെങ്കിൽ പ്രശ്നം. ചില ഭർത്താക്കന്മാർക്ക് സ്വന്തം വീട്ടുകാരാണെങ്കിൽ പ്രശ്നമില്ല, ഭാര്യയുടെ കുടുംബക്കാർ വിരുന്നു വന്നാൽ പ്രശ്നം. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സ്ഥിതി. എന്നാൽ ആരായിക്കോട്ടെ, ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ 1000 റഹ്മത്തും 1000 ബർക്കത്തും ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് മൈക്കിലേക്ക് വന്നാലും ഒരു മിനിറ്റ്. അസ്സലാമു അലൈക്കും. വീട്ടുകാരന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. അത് സമുദ്രത്തിലെ വെള്ളം കണക്കെ ഉണ്ടായാലും ശരി, അല്ലെങ്കിൽ വൃക്ഷത്തിലെ ഇലകൾ കണക്കെ പാപങ്ങൾ ഉള്ളവനാണ് ആ വീട്ടുകാരനെങ്കിലും ആ വിരുന്നുകാരൻ വരുന്നതോടെ അയാൾക്കതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. വിരുന്നുകാരൻ തിന്നുന്ന ഓരോ പിടി ചോറിനും അള്ളാഹു അവന് സ്വീകാര്യമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി നൽകുകയാണ്. സ്വർഗത്തിൽ അവനൊരു പട്ടണം തന്നെ എടുത്തു കൊടുക്കുകയാണ്. ഒരാൾ വിരുന്നുകാരനെ ബഹുമാനിച്ചാൽ 60 നബിമാരെ ബഹുമാനിച്ച പ്രതിഫലമുണ്ട്. അബൂ യസീദ് ഇബ്നു താമിയി റഹ്മഹുല്ല എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞു, ഞാൻ 4 മസ്അലകൾ അന്വേഷിച്ച് നടന്നു. ഇനി മറ്റൊരു ചരിത്രമാണ് പറയുന്നത്. അബൂ യസീദ് ഇബ്നു താമിയി എന്ന മഹാനവർകളെ കുറിച്ചുള്ള ഒരു ചരിത്രം. അദ്ദേഹം പറയുകയാണ്, ഞാൻ 4 മസ്അലകൾ അന്വേഷിച്ച് നടന്നു. 4100 മിമ്പറുകൾക്കരികിൽ ഞാൻ പോയി. എനിക്കുത്തരം കിട്ടിയില്ല. എന്റെ ഹൃദയത്തിൽ പരിഭ്രാന്തി ഉണ്ടായി. ഞാൻ കഅബയിൽ പ്രവേശിച്ചു. വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചു ഞാൻ പറഞ്ഞു, എന്റെ റബ്ബേ, ഏത് വസ്തുവിലാണ് എന്റെ ദീൻ?
സലാമത്താവുക. അദ്ദേഹത്തിന്റെ 4 സംശയങ്ങൾ തീർക്കാൻ വേണ്ടി അദ്ദേഹം 4100 മിമ്പറുകൾ, അതായത് പണ്ഡിതന്മാരുടെ അടുക്കൽ മിമ്പറുകളിൽ വഅദ് പറയുന്ന, ജനങ്ങൾക്ക് സദുപദേശം നൽകുന്ന, ഖുത്ബ പറയുന്ന ഖതീബുമാരുടെ അടുക്കൽ പോയി അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് അതിനൊന്നും ഉത്തരം കിട്ടിയില്ല അവരിൽ നിന്നൊന്നും. അങ്ങനെ അവസാനം പരിഭ്രാന്തിയോടുകൂടി അദ്ദേഹം പരിശുദ്ധ കഅബയിൽ പ്രവേശിക്കുകയും കഅബയുടെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട്, വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, ഏതു വസ്തുവിലാണ് എന്റെ ദീൻ സലാമത്താവുക? അപ്പോൾ ഒരു അശരീരി കേട്ടു, ഹേ യസീദേ, ദീൻ സലാമത്താകുന്നത് കരാർ പാലിക്കുന്നതിലാണ്. കരാർ പാലനമാണ് ദീൻ സലാമത്താകാനുള്ള കാര്യം. ഞാൻ ചോദിച്ചു, എന്റെ റബ്ബേ, ഏതു വസ്തുവിലാണ് എന്റെ ഈമാൻ സലാമത്താകുക? അപ്പോൾ അശരീരി ഉണ്ടായി, ഹേ യസീദേ, പരദൂഷണം, കിബർ, ഗീബത്ത് പറയൽ, അസഭ്യ വർത്തമാനം എന്നിവയെ തൊട്ട് നാവിനെ കാത്തു സൂക്ഷിക്കുന്നതിലാണ് ഈമാൻ സലാമത്താകുക. പരദൂഷണം, കിബർ പറയൽ, അസഭ്യ വർത്തമാനം എന്നിവയെ തൊട്ട് നാവിനെ കാത്തു സൂക്ഷിക്കുന്നതിലാണ് ഈമാൻ സലാമത്താവുക. ഞാൻ ചോദിച്ചു, എന്റെ റബ്ബേ, ഏതു വസ്തുവിലാണ് റൂഹും നഫ്സും സലാമത്താകുക? അപ്പോൾ അശരീരി കേട്ടു, ഹേ യസീദേ, ദുനിയാവിലെ ആഗ്രഹങ്ങളെയും അതിലെ രസങ്ങളെയും ഒഴിവാക്കുന്നതിലാണ് റൂഹും നഫ്സും സലാമത്താവുക. അദ്ദേഹത്തിന്റെ 4 സംശയങ്ങൾ ഇതായിരുന്നു. ഒന്ന്, ഏതിലാണ് തന്റെ ദീൻ സലാമത്താവുക? അപ്പോൾ കഅബയുടെ അടുത്തു നിന്നും അദ്ദേഹത്തിനോട് വിളിച്ചു പറയപ്പെട്ടു, ഹേ യസീദേ, നിന്റെ ദീൻ സലാമത്താവുക അത് കരാർ പാലിക്കുമ്പോഴാണ്, കരാർ പാലനത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംശയം പിന്നീട് ഈമാനിന്റെ സലാമത്തായിരുന്നു. ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ നാം നമ്മുടെ നാവിനെ കാത്തു സൂക്ഷിച്ചേ തീരൂ. എന്തിനെ തൊട്ടൊക്കെ? പരദൂഷണത്തെ തൊട്ടും കിബർ പറയുന്നതിനെ തൊട്ടും അസഭ്യ വർത്തമാനങ്ങളെ തൊട്ടും നമ്മുടെ നാവിനെ നാം സൂക്ഷിച്ചാലേ നമുക്ക് നമ്മുടെ ഈമാൻ സലാമത്താവുകയുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ സംശയം, ഏതു വസ്തുവിലാണ് അദ്ദേഹത്തിന്റെ റൂഹും അതുപോലെ നഫ്സും സലാമത്താവുക എന്നായിരുന്നു. അപ്പോൾ കേട്ട അശരീരി, യസീദേ, ദുനിയാവിലെ ആഗ്രഹങ്ങളെയും അതിലെ രസങ്ങളെയും ഒഴിവാക്കുന്നതിലാണ് റൂഹും നഫ്സും സലാമത്താവുക. നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത 2 കാര്യങ്ങളാണ് ദുനിയാവിലെ നമ്മുടെ ആഗ്രഹങ്ങളും അതിലെ രസങ്ങളും. അതിനു വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതുമൊക്കെ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ആത്മാവും ശരീരവും സലാമത്താവുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നത് കേൾക്കൂ. ലുബാൻ മലഞ്ചെരുവിൽ വെച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്നും ധാരാളം പേരുമായി ഞാൻ സഹവസിച്ചു. അവരെന്നോട് ഉപദേശിക്കുമായിരുന്നു, നീ ദുനിയാവിന്റെ മക്കളിലേക്ക് മടങ്ങിയാൽ 4 വാചകങ്ങൾ കൊണ്ട് അവരെ ഉപദേശിക്കണം. അവരോട് പറയണം, ഒരാൾ ഭക്ഷണം അധികരിപ്പിച്ചാൽ അവന് ഇബാദത്തിൽ സ്വാദുണ്ടാവുകയില്ല. ഒരാൾ ഉറക്ക് അധികരിപ്പിച്ചാൽ അവന് ആയുസ്സിൽ ബർക്കത്തുണ്ടാവുകയില്ല. ഒരാൾ ജനങ്ങളുടെ തൃപ്തി നേടിയാൽ അവന് അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരാൾ അസഭ്യവചനങ്ങളും പരദൂഷണങ്ങളും അടങ്ങുന്ന സംസാരം അധികരിപ്പിച്ചാൽ അവൻ ദുനിയാവിൽ നിന്ന് മുസ്ലിമായി പുറത്തു പോവുകയില്ല. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ളതാണ്. മഹാനവറുകൾ രാജ്യ പദവിയും രാജ്യഭരണവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഫഖീറായിക്കൊണ്ട് സൂഫിയായിക്കൊണ്ട് ദുനിയാവിൽ അലഞ്ഞു തിരികെയായിരുന്നു, ഇൽമു തേടിക്കൊണ്ട്, മാരിഫത്ത് തേടിക്കൊണ്ട്. ആ സമയത്ത് ലുബാൻ മലഞ്ചെരുവിൽ വെച്ച് അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളുമായി അദ്ദേഹം വളരെ കാലം സഹവസിക്കുകയുണ്ടായി. അവർ അദ്ദേഹത്തോട് നൽകിയ ഉപദേശമാണ് ഈ 4 ജനങ്ങളിലേക്ക് താങ്കൾ മടങ്ങിപ്പോയാൽ അവരോട് ഈ ഉപദേശം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നൽകിയ ഉപദേശം എന്താണ്? ഒരാൾ ഭക്ഷണം അധികരിപ്പിച്ചാൽ അവന് ഇബാദത്തിൽ സ്വാദുണ്ടാവുകയില്ല. അത് നമുക്കൊക്കെ മനസ്സിലാകുന്നതാണ്. റമദാൻ മാസത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് അതിന് പ്രത്യേകമായ ഒരു അനുഭൂതി, ഒരു ലദ്ദത്ത് ലഭിക്കും. എന്നാൽ വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ എങ്ങനെങ്കിലും ആ നിസ്കാരം എന്നുള്ള ഒരു ചടങ്ങ്, ആ ഒരു കടമ നിർവഹിച്ചിട്ട് നമ്മൾക്ക് ഉറങ്ങാനോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ പരിപാടികൾക്ക് പോകാനുള്ള ഒരു താല്പര്യമായിരിക്കും മനസ്സിൽ. അതുപോലെ ഒരാൾ ഭക്ഷണം അധികരിപ്പിച്ചാൽ അവന് ഇബാദത്തിൽ സ്വാദുണ്ടാവുകയില്ല. ഒരാൾക്ക് ഉറക്ക് അധികരിച്ചാൽ അവന് ആയുസ്സിൽ ബർക്കത്തുണ്ടാവുകയില്ല. നേരത്തെ ഒരു വ്യക്തി ഇവിടെ നമ്മുടെ ഡോക്ടർ കേശരി സാഹിബിനോട് ചോദിച്ചിരുന്നു, ഉറക്കം വല്ലാതെ കൂടുതലാണ്, അത് കുറക്കാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന്. ഭക്ഷണവും ഉറക്കവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ സൂഫി വര്യന്മാരും അതുപോലെ തന്നെ ആധുനിക മെഡിക്കൽ സയൻസും തെളിയിക്കുന്നുണ്ട്. ഒരാള് രാത്രി മൂക്കുമുട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ ആൾക്ക് സുബഹിക്ക് എണീക്കാൻ കഴിയുകയില്ല. ഭക്ഷണം അധികരിക്കും തോറും ഉറക്കവും കൂടും. അതുകൊണ്ട് തന്നെ ഭക്ഷണം കുറക്കുകയാണ് പെട്ടെന്ന് എണീക്കാനുള്ള ഒരു മാർഗം. ഉറക്ക് കൂടിയാൽ ഒരാൾക്ക്
ഉറക്ക് കൂടിയാൽ എന്താണ് ഉണ്ടാവുക? അവന് ആയുസ്സിൽ ബർക്കത്തുണ്ടാവുകയില്ല, അവന്റെ ആയുസ്സിൽ ബർക്കത്തുണ്ടാവുകയില്ല. ഒരാൾ ജനങ്ങളുടെ തൃപ്തി തേടിയാല്, ഒരാളുടെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ പ്രശംസിക്കപ്പെടാനും ജനങ്ങൾക്കിടയിൽ പേര് നേടുവാനും ആണെങ്കിൽ അള്ളാഹിന്റെ തൃപ്തി അവൻ പ്രതീക്ഷിക്കേണ്ടതില്ല. അവന് ജനങ്ങളുടെ ആ തൃപ്തിയെ ഉണ്ടാകൂ, അള്ളാഹിന്റെ അടുക്കൽ ഒരു തൃപ്തിയും ഉണ്ടാവുകയില്ല. ഒരാൾ അസഭ്യവചനങ്ങളും പരദൂഷണങ്ങളും അടങ്ങുന്ന സംസാരം അധികരിപ്പിച്ചാൽ അവൻ ദുനിയാവിൽ നിന്ന് മുസ്ലിമായി പുറത്തു പോവുകയില്ല. അതായത് മരിക്കുന്ന സമയത്ത് അവൻ ഈമാൻ ഊരപ്പെട്ട് കാഫിറായി ചത്തുപോകേണ്ടി വരും. അതുകൊണ്ട് നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ വേണം. നിങ്ങൾ എന്നല്ല, ഞാനും നമ്മൾ. ബഹൽ റളിയല്ലാഹുവിനെ തൊട്ട് ഒരു റിപ്പോർട്ട് വന്നത് കേൾക്കൂ. ബഹൽ റളിയല്ലാഹു എന്നിവരെ തൊട്ട് അവർ പറഞ്ഞു, ഈ 4 കാര്യങ്ങളിലാണ് എല്ലാ നന്മകളും ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവ കൊണ്ടാണ് മഹാന്മാർ ആ പദവികൾ കൈവരിച്ചത്. അത് ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? വളരെ ശ്രേഷ്ഠമായ ഈ 4 കാര്യങ്ങൾ കേൾക്കൂ. 1, അവ വയറിനെ പട്ടിണിക്കിട്ട് ചുരുക്കൽ, പട്ടിണി ഇട്ടുകൊണ്ട് വയറിനെ ചുരുക്കൽ. നാവിനെ അടക്കി വെക്കൽ, സൃഷ്ടികളിൽ നിന്ന് അകന്നു നിൽക്കൽ, രാത്രി ഉറക്കമൊഴിക്കൽ. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് മഹാന്മാരൊക്കെ ഉന്നതമായ പദവികൾ നേടിയിട്ടുള്ളത് എന്ന് മഹാനായ ബഹൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? 1, ഭക്ഷണം കുറക്കുക തന്നെയാണ്. അങ്ങനെ ഭക്ഷണം കുറച്ചുകൊണ്ട് വയറിനെ ചുരുക്കുക. കാരണം 2 ചാൺ വയറ് അല്ലെങ്കിൽ 1 ചാൺ വയറിന് വേണ്ടിയാണ് ഈ പെടാപ്പാട് പെടുന്നത് എന്ന് പലപ്പോഴും പലരും ഡയലോഗ് അടിക്കുന്നത് കാണാം. എന്നാൽ വയറിന് കൂടുതൽ പ്രാധാന്യം നൽകാതെ പട്ടിണി ഇട്ടുകൊണ്ട് വയറിനെ ചുരുക്കുകയും നാവിനെ അടക്കി വെക്കുകയും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് നാവിനെ അടക്കി വെക്കുക. അതുപോലെ സൃഷ്ടികളിൽ നിന്ന് അകന്നു നിൽക്കുക. സൃഷ്ടികളുമായി കൂടിച്ചേർന്ന് ജീവിക്കുമ്പോൾ പല ദോഷങ്ങളും വന്നു ചേരും. നമ്മുടെ ചീത്ത സുഹൃത്തുക്കളിൽ നിന്ന് ചീത്തയായ പല സ്വഭാവങ്ങളും നമ്മളിലേക്ക് പകരും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലാണ് സൃഷ്ടികളിൽ നിന്ന് അകന്നു നിൽക്കൽ മഹത്തരമാകുന്നത്. രാത്രി ഉറക്കമൊഴിക്കൽ. രാത്രി ഉറക്കമൊഴിക്കൽ എന്ന് പറഞ്ഞാൽ അത് നിസ്കരിച്ചുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും ഉറക്കമൊഴിക്കുന്നതിനെ കുറിച്ചാണ്, അല്ലാതെ മറ്റുള്ള എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഉറക്കമൊഴിക്കലല്ല. അങ്ങനെ ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, അങ്ങനെയാണ് മഹാന്മാരൊക്കെ അവരുടെ സ്ഥാനം നേടിയത് എന്ന് മഹാനവറുകൾ പറയുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ട് കേൾക്കൂ. ബഗ്ദാദ് പട്ടണത്തിലുള്ള ഒരു ഖാളി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുകയാണ് അദ്ദേഹം. ഇറാഖിലെ ബഗ്ദാദ് പട്ടണത്തിൽ ഒരു ഖാളി ഉറങ്ങിക്കൊണ്ടിരിക്കെ അള്ളാഹിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. അള്ളാഹിന്റെ റസൂലിന്റെ നിറം വ്യത്യസ്തമായിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ നിറം നമുക്കറിയാം, ഏറ്റവും ഭംഗിയുള്ള ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള വളരെയധികം ഭംഗിയുള്ള ഒരു നിറമായിരുന്നു അള്ളാഹിന്റെ റസൂലിന്റെ. എന്നാൽ അള്ളാഹിന്റെ റസൂലിന്റെ നിറം മാറിയതായിട്ട് ഇയാൾ സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഈ ഖാദി ചോദിക്കുകയാണ്, അള്ളാഹിന്റെ റസൂലെ, എന്താണ് അങ്ങയെ ഞാൻ നിറം വ്യത്യാസപ്പെട്ട് കാണുന്നത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്കറിയാമോ, ഈ രാത്രി എന്റെ ഉമ്മത്തികളിൽ നിന്ന് 1700 പേർ മരിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ മാത്രമേ ഈമാൻ കിട്ടി മരിച്ചുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ ഈമാൻ കിട്ടാതെയാണ് മരിച്ചത്. സുബ്ഹാനല്ലാഹ്. 1700 പേർ മരിച്ചതിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിൽ 1700 പേർ മരിച്ചതിൽ 1698 പേരും ഈമാൻ കിട്ടാതെ ചത്തുപോയി. 2 പേർ മാത്രമേ ഈമാൻ കിട്ടി മരിച്ചുള്ളൂ. അപ്പോൾ ഖാദി ചോദിച്ചു, അങ്ങയുടെ ഉമ്മത്തികളിൽപ്പെട്ട പാപികൾക്ക് ഈമാൻ കിട്ടി മരിക്കാൻ എന്താണ് അവർ ചെയ്യേണ്ടത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഈ കുറിപ്പ് താങ്കൾ വാങ്ങുക. വല്ലവനും ഇത് വായിച്ചാൽ, അല്ലെങ്കിൽ അത് കേട്ടാൽ, അല്ലെങ്കിൽ അത് ചുമന്നാൽ, ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് അത് എത്തിച്ചാൽ, ഭൂമിയുടെ മശ്രിഖിൽ നിന്നും മഗ്രിബിലേക്ക് അത് എത്തിച്ചാൽ അവൻ ഈമാൻ കിട്ടി മരിക്കും. വല്ലവനും അത് വായിച്ചില്ലെങ്കിൽ, അത് കേട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ചുമന്നില്ലെങ്കിൽ ഞാൻ അവനെ തൊട്ട് ഒഴിവായവനാണ്, അവൻ എന്നിൽ നിന്നും ഒഴിവായവനാണ്. ഖാദി പറഞ്ഞു, ഞാൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. അപ്പോൾ എന്റെ തലഭാഗത്ത് ഒരു എഴുത്ത് കണ്ടുകിട്ടി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ലാ ഇലാഹ ഇല്ലാഹുവൽ മൗജൂദു ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅറൂഫ് ബികുല്ലി ഇഹ്സാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദു ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂറു ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു
لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين. ഈ ദിക്റ് ചൊല്ലിയവർക്ക് ഈമാൻ കിട്ടി മരിക്കും. സലാമത്തുൽ ഈമാൻ ബൈത്താണ് ഇതില്ലേ? സലാമത്തുൽ ഈമാൻ ദുആ യെസ്, എല്ലാ കിതാബിന്റെ ഏടുകളിലൊക്കെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ് ചിലപ്പോ സലാമത്തുൽ ഈമാൻ. അത് അപ്പൊ എല്ലാവരും അത് പതിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈമാൻ കിട്ടി മരിക്കാനുള്ള ഒരു മാർഗമാണത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമം നാളിൽ ഒരു മനുഷ്യനെ മീസാൻ തട്ടിലേക്ക് കൊണ്ടുവരപ്പെടും. അവനിൽ നിന്ന് 99 ഏടുകൾ പുറപ്പെടും. ഓരോ ഏടുകളും മശ്രിഖ് തൊട്ട് മഗ്രിബ് വരെയുള്ളതായിരിക്കും. അതിൽ അവന്റെ ചെറുദോഷങ്ങളും വൻ ദോഷങ്ങളും ഉണ്ടായിരിക്കും. അതിനെ മീസാനിന്റെ ഒരു തട്ടിൽ വെക്കും. പിന്നെ വിരൽ വലിപ്പത്തിലുള്ള ഒരു കടലാസ് പുറപ്പെടും. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് എഴുതപ്പെട്ടിരിക്കും. അത് മീസാനിന്റെ മറ്റേ തട്ടിലും വെക്കും. അത് പാപങ്ങൾ വെച്ച തട്ടിനേക്കാൾ മുൻതൂക്കം തൂങ്ങും. നാളെ വിചാരണയുടെ നാളിൽ നമ്മുടെ നന്മതിന്മകൾ മീസാൻ എന്ന തുലാസിൽ വെച്ച് തൂക്കുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യൻ അവന് ഒരുപാട് തിന്മകളുണ്ടാകും. അവനെ മീസാൻ തട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയും അവനിൽ നിന്ന് 99 ഏടുകൾ പുറപ്പെടും. അതായത് കൂടുതൽ അവൻ ചെയ്തിട്ടുള്ളത് ദോഷങ്ങളാണ്. അതിൽ അവൻ ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള അതിൽ ഓരോ ഏടുകളുടെയും വലിപ്പം അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നീളമുള്ള ഏടുകൾ എന്നാണ്. അപ്പോൾ അത് ആ മീസാനിൽ വെച്ചാൽ, ആ തുലാസിൽ തിന്മയുടെ തട്ടിൽ വെക്കുമ്പോൾ അത് വലിയ ഭാരമായിക്കൊണ്ട് അവന്റെ തിന്മകൾ തൂങ്ങി നിൽക്കും. അപ്പോൾ അവനിൽ നിന്ന് ഒരു ചെറിയ ഒരു കടലാസ്, വിരൽ വലിപ്പമുള്ള ഒരു കടലാസ് കൂടി പുറപ്പെടുവിക്കും അവന്റെ നന്മയായിട്ട്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തായിരിക്കും എഴുതപ്പെട്ടിരിക്കുക. അത് മീസാനിന്റെ മറ്റേ തട്ടിൽ വെക്കും. അപ്പോൾ ആ തട്ട് പാപങ്ങൾ വെച്ച തട്ടിനേക്കാൾ മുൻതൂക്കം തൂങ്ങും. അതായത് ഷഹാദത്തിന് മശ്രിഖ് മുതൽ മഗ്രിബോളം നീളമുള്ള 98 കടലാസിനേക്കാൾ ഈ വിരൽ വലിപ്പമുള്ള ആ ഷഹാദത്ത് എഴുതിയ കടലാസിന് മുൻതൂക്കമുണ്ടായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വല്ലവനും എന്റെ മേൽ ദിവസവും 3 സ്വലാത്ത് ചൊല്ലിയാൽ, എന്നിൽ ഇഷ്ടം വെച്ചും എന്നെ സ്നേഹിച്ചും കൊണ്ട്, അതുപോലെ അള്ളാഹുവിൽ ഇഷ്ടം വെച്ചും അവൻ 3 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ആ ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും 3 സ്വലാത്ത് ഇപ്പോൾ ചൊല്ലാം. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ടും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടും കൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവന്റെ ഭാഗ്യവാന്മാരായ അടിമകളിൽ സഈദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവന്റെ നരകശിക്ഷകൾക്ക് പാത്രമാകുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയോ നമ്മോട് ബന്ധപ്പെട്ടവരെയോ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നാം ഈ വായിച്ചതും പറഞ്ഞതും കേട്ടതുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് നമ്മെ അവൻ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്പസമയം കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ്. നല്ലൊരു ചരിത്രം നമുക്ക് സാബിർക്ക് പറഞ്ഞു തന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാട്ടെ. എന്നും നമുക്ക് നല്ല നല്ല ചരിത്രങ്ങൾ, മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആ പഴയ കാലവും നമുക്ക് ഓർമ്മ വരികയാണ്. നമ്മുടെ മനസ്സൊന്നും കൂടിയും തഖ്വയിലേക്ക് അടുക്കുകയാണ് അല്ലേ. നമുക്ക് എത്ര നല്ല നല്ല ഉപദേശങ്ങളാണ് നമുക്ക് മഹാന്മാരിൽ നിന്ന് കിട്ടുന്നത്. അത് നമ്മൾ സാബിർക്ക് നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിച്ചിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആഫിയത്തുൽ ദീർഘായുസ് അദ്ദേഹത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഇൽമിന് അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഇനി ഒരുപാട് കാലം നമുക്ക് ഉപദേശങ്ങൾ തരുവാനും നമ്മുടെ ക്ലാസ് റൂമിനെ നയിച്ചു കൊണ്ടുപോകാനും റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.